ബോളിവുഡ് താരം സെയ്ഫ് അലി ഖാനെ കുത്തിയ പ്രതിയെ ഇതുവരെ പിടികൂടാനായില്ല. സിസിടിവിയിൽ നിന്ന് പ്രതിയുടെ ദൃശ്യങ്ങൾ ലഭിച്ചിരുന്നു. സെയ്ഫ് അലി ഖാന് 2 ദിവസത്തിനുള്ളിൽ ആശുപത്രി വിടാനാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. അതേസമയം ഈ വിഷയം രാഷ്ട്രീയ ആയുധമാക്കുകയാണ് പ്രതിപക്ഷ പാർട്ടികൾ. വിവരങ്ങളുമായി വി ആർ കാർത്തിക് ന്യൂസ് ഡെസ്കിൽ നിന്ന്. കാർത്തിക്, അസംഭവ്യമെന്ന് നമ്മൾ കരുതുന്ന ഒരു ആക്രമണമാണത്. സ്വാഭാവികമായും അത്രയേറെ സുരക്ഷയുള്ള മുംബൈയിലെ തന്നെ ഏറ്റവും വലിയ ആഡംബര വസതികളുള്ള ഒരു മേഖലയിൽ സെയ്ഫ് അലി ഖാനെ പോലൊരു ആളുടെ വീട്ടിലേക്ക്, അത്രയും സുരക്ഷയുള്ള മേഖലയിലേക്ക് ഒരു കള്ളൻ കടന്നു കയറുക, ആ കള്ളനെ അവർ മുറിയിൽ പൂട്ടിയിടാൻ ശ്രമിച്ചു, പക്ഷെ അവിടെ നിന്ന് രക്ഷപ്പെട്ടു പോവുക. ഇത്രയും സമയമായിട്ട് CCTV ദൃശ്യങ്ങൾ അടക്കം കിട്ടിയിട്ടും ഈ പ്രതിയെ പറ്റി അല്ലെങ്കിൽ ഈ കള്ളനെ പറ്റി യാതൊരു വിവരങ്ങളും ഇല്ല. അവിശ്വസനീയമാണ്. ഇതിനെ എങ്ങനെയാണ് രാഷ്ട്രീയമായി കൂടി അവിടെ ഉപയോഗപ്പെടുത്തുന്നത്? സെയ്ഫ് അലി ഖാനെ കുത്തിയ സംഭവം ഏതായാലും വലിയ രാഷ്ട്രീയ വിഷയമാവുകയാണ്. പ്രതിപക്ഷ പാർട്ടികൾ ക്രൈം തലസ്ഥാനം എന്ന രീതിയിൽ മുംബൈയെ വിമർശിച്ച് രംഗത്തെത്തുന്നു. പ്രത്യേകിച്ച് സുപ്രിയ സുലെ അടക്കമുള്ളവരുടെ പ്രതികരണം ഇത്തരത്തിലുള്ള സംഭവങ്ങൾ ആവർത്തിക്കുന്നു എന്നതാണ്. സെലിബ്രിറ്റികളായാലും സാധാരണക്കാരനായാലും സുരക്ഷിതത്വം ഇല്ല എന്ന സ്ഥിതിയിലേക്കാണ് മുംബൈയിലെ കാര്യങ്ങൾ എന്ന തോതിലാണ് വിമർശനം. ബംഗാൾ മുഖ്യമന്ത്രി മമതാ ബാനർജി അടക്കമുള്ളവരും ഇന്നലെ വിമർശനവുമായി രംഗത്തെത്തിയിരുന്നു. ഏതായാലും ഇതിനെ പ്രതിരോധിക്കാനുള്ള നടപടികൾ സർക്കാരും ആരംഭിച്ചു. മുംബൈയെ ഡീഗ്രേഡ് ചെയ്യാനുള്ള ശ്രമങ്ങൾ ഇത്തരത്തിൽ ഉണ്ടാവരുത് എന്ന പ്രതികരണമാണ് മഹാരാഷ്ട്ര മുഖ്യമന്ത്രി ദേവേന്ദ്ര ഫട്നാവിസിന്റെ ഭാഗത്ത് നിന്നും ഉണ്ടാകുന്നത്. രാഷ്ട്രീയ പ്രതികരണങ്ങൾ ഒരു വശത്ത് അങ്ങനെ പുരോഗമിക്കുമ്പോൾ ഈ സംഭവം നടന്ന് 24 മണിക്കൂർ പിന്നിട്ടിട്ടും പ്രതിയെ പിടികൂടാനായില്ല എന്നതാണ് ഏറ്റവും ആശങ്ക ജനിപ്പിക്കുന്ന കാര്യം. പ്രതിയുടെ CCTV ദൃശ്യങ്ങൾ കഴിഞ്ഞ ദിവസം ലഭിച്ചിരുന്നു. സ്റ്റെയർ കേസ് വഴി രക്ഷപ്പെടുന്ന ദൃശ്യങ്ങളാണ് ലഭിച്ചത്. ബ്രൗൺ നിറത്തിലുള്ള ടീഷർട്ട്, അതോടൊപ്പം തന്നെ കഴുത്തിൽ ചുവന്ന നിറത്തിലുള്ള സ്കാർഫ്, തോളിലൊരു ബാഗ്, ഇത്തരത്തിൽ ഒരു യുവാവ് സ്റ്റെയർ കേസ് ഇറങ്ങി പോകുന്ന ദൃശ്യങ്ങളാണ് പോലീസിന് ലഭിച്ചത്. എന്നാൽ ഇത് ആര് എന്ന കാര്യത്തിൽ ഇതുവരെ പോലീസിന് ഒരു വ്യക്തതയില്ല എന്നതാണ് ഏറ്റവും ശ്രദ്ധേയം. 20 സംഘങ്ങളായി തിരിഞ്ഞാണ് ഇപ്പോൾ അന്വേഷണം വിപുലീകരിച്ചിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം സെയ്ഫ് അലി ഖാന്റെ വീട്ടിലെ ജീവനക്കാരിയായ ഏലിയാമ നൽകിയ മൊഴി, അവർ മലയാളി കൂടിയാണ്, 4 വർഷമായി സെയ്ഫ് അലി ഖാന്റെ വീട്ടിൽ ഉണ്ട്. അവർ നൽകിയ മൊഴിയുടെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ അന്വേഷണം പുരോഗമിക്കുന്നത്. സംഭവത്തെക്കുറിച്ച് ഏലിയാമ നൽകിയ മൊഴി ഇങ്ങനെയാണ്. പുലർച്ചെ 2 മണിയോടെയാണ് ഇത്തരത്തിൽ സംഭവം നടക്കുന്നത്. ഇളയ മകന്റെ മുറിയുടെ സമീപത്ത് നിന്ന് ബഹളം കേട്ടാണ് താൻ എത്തുന്നത്. അതോടുകൂടി അക്രമി ഏലിയാമയ്ക്ക് നേരെ തിരിയുന്നു. ഏലിയാമയെയും ആക്രമിക്കാൻ ശ്രമിക്കുന്നു. ആ ഘട്ടത്തിലാണ് ഏലിയാമ നിലവിളിക്കുന്നത്. അപ്പോഴാണ് സെയ്ഫ് അലി ഖാൻ അവിടേക്ക് എത്തുന്നതും തുടർന്ന് സെയ്ഫ് അലി ഖാനും ഈ അക്രമിയും തമ്മിൽ പിടിവലി ഉണ്ടാകുന്നു. 1 കോടി രൂപ ഈ കള്ളൻ ആവശ്യപ്പെടുകയും ചെയ്യുന്നു. ഇത് നൽകാനാകില്ല എന്നറിയിക്കുന്നതോടെ തർക്കവും പിന്നീട് അടിപിടിയിലും കലാശിക്കുന്നു. ആ സമയത്താണ് 6 തവണ സെയ്ഫ് അലി ഖാനെ കുത്തിയതും തുടർന്നാണ് ആശുപത്രിയിലേക്ക് എത്തിക്കുന്നതും. എന്തായാലും സംഭവം നടന്ന് 24 മണിക്കൂറായിട്ടും പ്രതികളെ പിടികൂടാനായില്ല എന്നത് ആശങ്ക ജനിപ്പിക്കുന്നു. അതോടൊപ്പം തന്നെ CCTV ദൃശ്യങ്ങൾ അടക്കം ലഭിച്ചിട്ടും മുംബൈ പോലെ അതീവ സുരക്ഷാ പ്രാധാന്യമില്ല. പ്രത്യേകിച്ച് ബാന്ദ്ര വെസ്റ്റിലെ സദ്ഗുരു സദൻ അപ്പാർട്ട്മെന്റിലാണ് ഇത്തരത്തിലൊരു സംഭവം. അതിസമ്പന്നരും സെലിബ്രിറ്റികളും താമസിക്കുന്ന സ്ഥലം. ലിഫ്റ്റിൽ കയറണമെങ്കിൽ അടക്കം സെക്യൂരിറ്റിയുടെ വിരലടയാളം ആവശ്യമുള്ള സ്ഥലത്ത് ഇത്തരത്തിലൊരു പ്രതി എങ്ങനെ എത്തി എന്നതടക്കമുള്ള കാര്യങ്ങളിൽ ഇനിയും വ്യക്തത വരേണ്ടതുണ്ട്. എന്തായാലും സ്റ്റെയർ കേസ് വഴിയാണ് പ്രതി രക്ഷപ്പെട്ടത് എന്നതടക്കമുള്ള കാര്യങ്ങളിൽ ഒരു വ്യക്തത വന്നിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം DCP അടക്കമുള്ളവർ വിശദീകരിച്ചത് പ്രതിയെ തിരിച്ചറിഞ്ഞിട്ടുണ്ടെന്നും 24 മണിക്കൂറിനകം പിടികൂടുമെന്നാണ്. പക്ഷേ ഈ ഘട്ടം വരെയും പ്രതിയെ പിടികൂടാൻ കഴിഞ്ഞിട്ടില്ല എന്നത് ആശങ്ക ജനിപ്പിക്കുന്നു. മാത്രമല്ല ഇത് സംബന്ധിച്ച നിരവധി ദുരൂഹതകളും ഇപ്പോൾ നിലനിൽക്കുന്നു. പ്രത്യേകിച്ച് ഇത്തരത്തിൽ അതിശക്തമായ സുരക്ഷാ ക്രമീകരണങ്ങൾ ഉള്ള ഒരു സ്ഥലത്ത് എങ്ങനെ ഇയാൾ കടന്നു കയറി? ആരെങ്കിലും ഈ അപ്പാർട്ട്മെന്റിനുള്ളിലുള്ളവരോ ഏതെങ്കിലും തരത്തിൽ സെയ്ഫ് അലി ഖാനുമായി അദ്ദേഹത്തിന്റെ ജീവനക്കാരുമായോ കഴിഞ്ഞ ദിവസം ആ കെട്ടിടത്തിൽ തറയുമായി ബന്ധപ്പെട്ട ഫ്ലോർ പണികളൊക്കെ നടന്നിരുന്നു. അപ്പോൾ നിരവധി തൊഴിലാളികളും അവിടെ എത്തിയിരുന്നു. അത്തരത്തിൽ ആരെങ്കിലും ഇദ്ദേഹത്തെ സഹായിച്ചു എന്നടക്കമുള്ള കാര്യങ്ങളിലും വ്യക്തത വരേണ്ടതുണ്ട്. എന്തായാലും ഇത് സംബന്ധിച്ച നിരവധി ദുരൂഹതകൾ ഇപ്പോഴും തുടരുകയാണ്. ശ്രീജ. ശരി, കാർത്തിക്കാണ് വിവരങ്ങൾ നൽകിയത്. ഇത് ആദ്യമായല്ല ബോളിവുഡ് താരങ്ങളുടെ വീട്ടിൽ ഇത്തരത്തിൽ മോഷണ ശ്രമങ്ങൾ ഉണ്ടാവുന്നത്. 2025 പൂനം ധില്ലന്റെ വീട്ടിൽ, 2022 സോനം കപൂറിന്റെ വീട്ടിൽ, 2015 ശില്പ ഷെട്ടിയുടെ വീട്ടിൽ, 2013 അമിതാഭ് ബച്ചന്റെ വീട്ടിൽ നിന്നൊക്കെ മോഷണം നടന്നിട്ടുണ്ട്. പക്ഷേ ഇത് ഈ തരത്തിലൊരു ജീവന് പോലും ഭീഷണിയാവുന്ന തരത്തിലേക്കൊരു ആക്രമണത്തിലേക്ക് കൂടി മുതിർന്നു എന്നതാണ് അതിലേറ്റവും പ്രധാനപ്പെട്ട കാര്യം. നമ്മൾ മറ്റു വാർത്തകളിലേക്ക് പോവുകയാണ്. യൂത്ത് കോൺഗ്രസ് വനിതാ നേതാവിന് ചികിത്സാ സഹായം നൽകിയതിൽ തട്ടിപ്പ് നടന്നുവെന്ന ആരോപണത്തിന്മേൽ ആലപ്പുഴയിൽ സംഘടനയ്ക്കുള്ളിൽ വിവാദം കൊഴുക്കുകയാണ്. ലാത്തി ചാർജിൽ പരിക്കേറ്റ യൂത്ത് കോൺഗ്രസ് ജില്ലാ സെക്രട്ടറി മേഘയ്ക്ക് 11 ലക്ഷത്തിൽ പരം രൂപ കൈമാറിയിട്ടുണ്ടെന്ന് ജില്ലയിലെ യൂത്ത് കോൺഗ്രസ് നേതാക്കൾ അനൌദ്യോഗികമായി പറയുന്നു. സ്വകാര്യ ആശുപത്രിയിൽ സ്യൂട്ട് റൂം അടക്കം മേഘ ആവശ്യപ്പെട്ടെന്നും ആരോപണമുണ്ട്. അതേസമയം ചികിത്സയ്ക്ക് മുൻകൈ എടുത്ത രമേശ് ചെന്നിത്തല അടക്കം മേഘയുടെ പ്രതികരണത്തിൽ അതൃപ്തരാണ്.
യൂത്ത് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് രാഹുൽ മാങ്കൂട്ടത്തിന്റെ അറസ്റ്റിൽ പ്രതിഷേധിച്ച് കഴിഞ്ഞ വർഷം ആലപ്പുഴയിൽ നടന്ന പ്രതിഷേധ മാർച്ചിലാണ് യൂത്ത് കോൺഗ്രസ് ജില്ലാ സെക്രട്ടറി മേഘയ്ക്കും പ്രസിഡന്റ് പ്രവീണിനും തലയ്ക്ക് പരിക്കേൽക്കുന്നത്. വീണുകിടന്ന പ്രവീണിനെ പോലീസ് വളഞ്ഞിട്ടടിക്കുന്നതിനിടയിൽ തടയാൻ ശ്രമിക്കുമ്പോഴാണ് മേഘയ്ക്ക് അടിയേറ്റത്. സാരമായി പരിക്കേറ്റ മേഘ തിരുവല്ലയിലെയും തിരുവനന്തപുരത്തെയും സ്വകാര്യ ആശുപത്രികളിൽ ചികിത്സ തേടി. 8 ലക്ഷത്തോളം ധനസഹായം നൽകി മേഘയെ പാർട്ടി സംരക്ഷിച്ചെന്ന സംസ്ഥാന വൈസ് പ്രസിഡന്റ് അരിത ബാബുവിന്റെ FB പോസ്റ്റിനിടയിൽ പണം തനിക്ക് ലഭിച്ചിട്ടില്ല എന്ന മേഘ കുറിച്ചതോടെ വിവാദം ആളിപ്പടർന്നു. പ്രതിരോധത്തിലായ യൂത്ത് കോൺഗ്രസ് അനൌദ്യോഗികമായി കണക്ക് പുറത്തുവിട്ടു തുടങ്ങി. UK കോൺഗ്രസ് കമ്മിറ്റി 1.5 ലക്ഷം രൂപ നൽകി. പെൻഷനേഴ്സ് അസോസിയേഷൻ 1,20,000. യൂത്ത് കോൺഗ്രസ് നേതാവ് റിയാസ് മുക്കോളി 1 ലക്ഷം. നിലമ്പൂർ കമ്മിറ്റി 50,000. KC വേണുഗോപാൽ 25,000 ഷാർജ ഇൻഗാസ് 1 ലക്ഷവും OICC 50,000 യൂത്ത് കോൺഗ്രസ് ദേശീയ പ്രസിഡന്റ് BV ശ്രീനിവാസൻ 25,000 രാഹുൽ മാങ്കൂട്ടത്തിൽ 10,000 ഉൾപ്പെടെ 6,45,000 രൂപ നേരിട്ടും ബാങ്ക് ട്രാൻസ്ഫർ മുഖാന്തരവും കിട്ടിയിട്ടുണ്ടെന്ന് സംഘടന അനൌദ്യോഗികമായി അറിയിക്കുന്നു. ഒപ്പം തിരുവല്ല ബിലീവേഴ്സ് ആശുപത്രിയിലും പിന്നീട് അനന്തപുരി ആശുപത്രിയിലുമായി 20 ദിവസത്തിനുമേൽ വീണ്ടും ചികിത്സ തേടിയിരുന്നു. ഓരോ ആശുപത്രിയിലും 2 ലക്ഷത്തിന് മേൽ ബിൽ തുകയായെന്നും യൂത്ത് കോൺഗ്രസ് പറയുന്നു. രമേശ് ചെന്നിത്തല ഉൾപ്പെടെയുള്ള നേതാക്കന്മാർ ഇടപെട്ടാണ് തുക നൽകിയത്. ലാത്തി ചാർജിൽ ഏറ്റവും അധികം മർദ്ദനമേറ്റത് യൂത്ത് കോൺഗ്രസിന്റെ ജില്ലയിലെ തന്നെ ചുമതലക്കാരനായ പ്രവീണിനായിരുന്നു. പ്രവീണിന് തുച്ഛമായ തുക മാത്രം ചികിത്സക്കായി ലഭിച്ചപ്പോൾ സ്വകാര്യ ആശുപത്രിയിൽ സൂട്ട് റൂം അടക്കം എടുത്തായിരുന്നു മേഘയുടെ ചികിത്സ. എന്നിട്ടും പണം ലഭ്യമായില്ലെന്നും ഇടനില നിന്ന് കൈപ്പറ്റിയവർ പുറത്തു പറയണമെന്നുമുള്ള മേഘയുടെ നവമാധ്യമത്തിലെ പ്രതികരണം കടുത്ത അമർഷമാണ് നേതാക്കളിൽ ഉണ്ടാക്കിയിരിക്കുന്നത്. എന്തായാലും കമന്റിന്മേലുള്ള വിവാദം യൂത്ത് കോൺഗ്രസിനുള്ളിൽ ആളിപ്പടരുകയാണ്. ന്യൂസ് 18 ആലപ്പുഴ. കണ്ണൂർ തൃപ്പങ്ങോട്ടൂരിലെ അതിരുവിട്ട വിവാഹാഘോഷത്തെ തുടർന്ന് കൈക്കുഞ്ഞ് ഗുരുതരാവസ്ഥയിലായ സംഭവത്തിൽ കേസെടുത്തു. പടക്കം പൊട്ടിച്ചതിനെ തുടർന്ന് 22 ദിവസം പ്രായമുള്ള കുഞ്ഞിന് ഗുരുതര ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. കൊളവല്ലൂർ പോലീസാണ് കേസെടുത്തത്. സ്ഫോടക വസ്തുക്കൾ അശ്രദ്ധമായി കൈകാര്യം ചെയ്തു എന്ന പരാതിയിലാണ് കേസെടുത്തത്. കഞ്ചാവ് കടത്തിയ 3 പേർ പാലക്കാട് പിടിയിൽ. പൊന്നാനി സ്വദേശികളായ മുബഷീർ, ശ്രീരാഗ് എന്നിവർ 6 കിലോ കഞ്ചാവുമായാണ് പിടിയിലായത്. മറ്റൊരു കേസിൽ പശ്ചിമബംഗാൾ മുർഷിദാബാദ് സ്വദേശിനിയായ റൂമ ജമദാറും 6 കിലോ കഞ്ചാവുമായി പിടിയിലായി. പാലക്കാട് ജംഗ്ഷൻ റെയിൽവേ സ്റ്റേഷനിലായിരുന്നു പരിശോധന. ആറ് കിലോ കഞ്ചാവ് കടത്തിയ 3 പേരാണ് പിടിയിലായത്. പൊന്നാനി സ്വദേശികളാണ് ഈ കേസിൽ പിടിയിലായത്. ലൈംഗികാധിക്ഷേപ കേസിൽ റിമാൻഡിലിരിക്കെ ബോബി ചെമ്മണ്ണൂരിന് ജയിലിൽ VIP പരിഗണന കിട്ടിയോ? DIG അജയ് കുമാർ ജയിലിൽ നേരിട്ട് എത്തിയെന്നും കൂടെ ബോബിയുടെ അനുയായികളായ 3 പേർ ഉണ്ടായിരുന്നുവെന്നായിരുന്നു കഴിഞ്ഞ ദിവസങ്ങളിൽ ഉയർന്ന ആരോപണം. ഈ ആരോപണത്തിൽ പോലീസ് ഇപ്പോൾ ഉന്നതതല അന്വേഷണം നടത്തുകയാണ്. ജയിൽ ഹെഡ്ക്വാർട്ടേഴ്സ് DIG കാക്കനാട് ജയിലിലെത്തി വിവരങ്ങൾ തേടിയിട്ടുണ്ട്. ബോബി ചെമ്മണ്ണൂരിനെതിരായ കേസിൽ കുറ്റപത്രം വേഗത്തിൽ സമർപ്പിക്കാനും പോലീസ് നീക്കം നടത്തുന്നുണ്ട്. ബോബി ചെമ്മണ്ണൂരിന് ജയിലിൽ VIP പരിഗണന നൽകിയെന്ന വിവാദം അന്വേഷിക്കാൻ മുഖ്യമന്ത്രി നിർദ്ദേശിച്ചതോടെയാണ് അന്വേഷണത്തിന് ജയിൽ വകുപ്പ് തുടക്കം കുറിച്ചത്. ജയിൽ DGPയുടെ നിർദ്ദേശപ്രകാരം തിരുവനന്തപുരം ജയിൽ ആസ്ഥാനത്തെ DIG വിനോദ് കുമാർ രാവിലെ 10:30 കാക്കനാട് ജയിലിലെത്തി അധികൃതരിൽ നിന്നും വിവരങ്ങൾ ശേഖരിച്ചു. മധ്യമേഖലാ DIG അജയ് കുമാർ ബോബി ചെമ്മണ്ണൂരിനെ കാണാൻ ജയിലിൽ നേരിട്ടെത്തിയെന്നും കൂടെ ബോബി ചെമ്മണ്ണൂരിന്റെ അനുയായികളായ 3 പേരുണ്ടായിരുന്നുവെന്നുമാണ് ആരോപണം. 3 പേരുമായി ജയിലിനകത്ത് ബോബി ചെമ്മണ്ണൂർ അഴിക്കപ്പുറമല്ലാതെ മുഖാമുഖം സംസാരിക്കാൻ അവസരമൊരുക്കി. ജയിലിൽ നിന്നും ഫോൺ വിളിക്കാൻ 200 രൂപ കയ്യിൽ കൊടുത്തു തുടങ്ങിയ ആരോപണങ്ങളാണ് ഉയർന്നത്. ഇതിലെല്ലാം വിശദമായ അന്വേഷണം നടത്തും. അതേസമയം ഹണി റോസിനെതിരെ ബോബി ചെമ്മണ്ണൂർ അശ്ലീല പരാമർശം നടത്തിയെന്ന കേസിൽ അന്വേഷണം ഉടൻ പൂർത്തിയാക്കാനുള്ള ശ്രമത്തിലാണ് പോലീസ്. 2 ആഴ്ചയ്ക്കുള്ളിൽ കുറ്റപത്രം സമർപ്പിക്കും. ഹണി റോസിന്റെ പരാതിയിൽ സോഷ്യൽ മീഡിയയിലൂടെ അധിക്ഷേപ കമന്റിട്ട 20 പേരിൽ ഒരാളുടെ അറസ്റ്റ് മാത്രമാണ് രേഖപ്പെടുത്തിയത്. കൂടുതൽ അറസ്റ്റ് വരും ദിവസങ്ങളിലുണ്ടാകും.
ന്യൂസ് 18 കൊച്ചി. പത്തനംതിട്ടയിൽ വിനോദയാത്രയ്ക്ക് പോയ ബസ് മറിഞ്ഞ് വിദ്യാർത്ഥികൾക്ക് പരിക്ക്. കൊല്ലം ഫാത്തിമ മാതാ കോളേജിലെ വിദ്യാർത്ഥികൾ സഞ്ചരിച്ച ബസ്സാണ് അപകടത്തിൽപ്പെട്ടത്. പത്തനംതിട്ട കടമ്പനാട് കല്ലുകുഴിയിലാണ് ബസ് അപകടത്തിൽപ്പെട്ടത്. 30ഓളം വിദ്യാർത്ഥികൾക്ക് പരിക്കേറ്റു. ആരുടെയും പരിക്ക് ഗുരുതരമല്ല. പരിക്ക് പറ്റിയവരെ അടൂർ താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ഇന്ന് പുലർച്ചെയാണ് അപകടമുണ്ടായത്. ശശിനാരായണൻ വിവരങ്ങളുമായി. ശശി, ഇത്തരം അപകടങ്ങളിൽ വീണ്ടും വീണ്ടും ഉണ്ടാവുകയാണ്. ഇന്നിപ്പോൾ ഈ ഭാഗ്യം കൊണ്ട് ഈ കുട്ടികൾക്ക് പരിക്ക് ഗുരുതരമല്ല. എന്നാലും എന്താണ് ഏറ്റവും പുതിയ വിവരങ്ങൾ? ശ്രീജ, വാഗമണ്ണിൽ വിനോദയാത്രയ്ക്ക് പോയ വിദ്യാർത്ഥികൾ സഞ്ചരിച്ച ബസ്സാണ് മറിഞ്ഞത്. ഈ കടമ്പനാട് കല്ലുകുഴിയിലാണ് പുലർച്ചെ ഈ അപകടം ഉണ്ടായത്. അപകടത്തിൽ 30ഓളം വിദ്യാർത്ഥികൾക്ക് പരിക്ക് പറ്റിയെന്നാണ് നമുക്ക് അറിയാൻ കഴിഞ്ഞത്. എന്തായാലും നിസ്സാരമായ പരിക്കുകളാണ്, അങ്ങനെ ഗുരുതരമുള്ള പരിക്കുകളൊന്നും തന്നെയല്ല. ഉടൻ തന്നെ വിദ്യാർത്ഥികളെ അടൂർ താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. 49 വിദ്യാർത്ഥികളും 3 അധ്യാപകരുമാണ് ഉണ്ടായിരുന്നത്. ഇതിൽ 30ഓളം വിദ്യാർത്ഥികൾക്ക് പരിക്ക് പറ്റി എന്നുള്ളതാണ് അറിയാം. അതെല്ലാം ഈ ചെറിയ പരിക്കുകളാണ് ഉണ്ടായത്. എന്തായാലും ഒരു വളവിൽ, ഈ കല്ലുകുഴി സ്ഥലത്തൊരു വളവുണ്ട്. ആ വളവിൽ വെച്ചാണ് ബസ് നിയന്ത്രണം വിട്ട് അപകടത്തിൽപ്പെട്ടത്. ഉടൻ തന്നെ നാട്ടുകാരും ഫയർഫോഴ്സൊക്കെ എത്തി ആ വിദ്യാർത്ഥികളെ, പരിക്ക് പറ്റിയ വിദ്യാർത്ഥികളെ അടൂർ താലൂക്ക് ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. നിസ്സാരമായ പരിക്കുകൾ മാത്രമേ ഉള്ളൂ എന്നുള്ളതാണ് നമുക്ക് പറയാൻ കഴിയുന്നത്. എന്തായാലും ഭാഗ്യം കൊണ്ട് മാത്രമാണ് രക്ഷപ്പെട്ടതെന്ന് പറയാം. വലിയൊരു അപകടം ഉണ്ടാകാതെ തന്നെ വിദ്യാർത്ഥികളെല്ലാം രക്ഷപ്പെട്ടു എന്ന് വേണം നമുക്ക് പറയാൻ. എന്തായാലും ഇന്നലെയാണ് സംഘം വാഗമണ്ണിൽ ഈ വിനോദയാത്രയ്ക്ക് പോയിട്ട് തിരിച്ചു വരുന്ന വഴിയിലാണ് ഇത്തരത്തിൽ ഒരു അപകടം ഉണ്ടായത്. ശശിനാരായണനാണ് വിവരങ്ങൾ നൽകിയത്. പത്തനംതിട്ടയിൽ വലിയ ആശ്വാസമാണ്. ആ കുട്ടികൾക്ക് വലിയ കാര്യമായി പരിക്കേറ്റില്ല എന്നത്. എങ്കിൽ പോലും ഈ വിനോദയാത്രയ്ക്ക് പോകുന്ന സംഘം രാത്രിയിലെ യാത്ര കഴിഞ്ഞ് പുലർച്ചെ അപകടത്തിൽപ്പെടുന്ന വാർത്ത വീണ്ടും വീണ്ടും വരുന്നത് ആശങ്കയുണ്ടാക്കുന്നുണ്ട്.